രീതിയിൽ അലട്ടുന്നുണ്ട്. ഒരു സിനിമാ നടൻ എന്നതായതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് പുറത്തെടുക്കാൻ സാധിക്കാത്തത്. അത് പുറത്തെടുക്കാത്തത് തന്നെയാണ് ഒരു പരിധിയിൽ കൂടുതൽ നല്ലതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയായിരിക്കണം മോഹൻലാലും ആ രീതിയിലേക്ക് പോവാഞ്ഞത്. എല്ലാ ആളുകളും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ആത്മസമീപനം പാലിക്കാത്ത മാധ്യമപ്രവർത്തകരെയും ക്യാമറ കണ്ണുകളുമായിട്ട് തൂക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും വിഷമവും തോന്നുന്നത്. ഞാൻ ശരിക്കും അവിടേക്ക് പോയത് ഇങ്ങനെ ക്യാമറ കണ്ണുകളുമായിട്ട് ആളുകളെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. കാരണം ആ ഒരു ഏരിയ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ആകെ തകർന്നിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വേറൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഞാനും അപ്പോൾ ആ വീഡിയോ ഞാനും പകർത്തിയിട്ടുണ്ട്. വീഡിയോ പകർത്തിയിട്ടില്ല എന്നല്ല, ആ വീഡിയോ ഞാൻ പകർത്താനുണ്ടായ കാരണം നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ആളുകൾ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ